नमस्ते। अद्य लृट् लकारस्य परस्मैपदिनः आत्मनेपदिनः रूपाणि पठामः। प्रथमं परस्मैपदी। गम् धातुः परस्मैपदी लृट् लकारः गमिष्यति, गमिष्यतः, गमिष्यन्ति, गमिष्यसि, गमिष्यतः, गमिष्यथ, गमिष्यामि, गमिष्यावः, गमिष्यामः। प्रथमपुरुषः, मध्यमपुरुषः, उत्तमपुरुषः एतादृशेषु क्रमेषु लिखितं वर्तते। एवं लिघ, प, नम, कृ, पढ इत्यादीनां धातूनामपि रूपाणि गम् धातोः रूपाणि इव भविष्यति. നമുക്കൊന്ന് ലിഘ് ധാതുവിൻ്റെ ലിർട്ട് ലകാരത്തിലുള്ള രൂപങ്ങളൊന്ന് നോക്കാം. ലേഖിഷ്യതി, ലേഖിഷ്യതഃ, ലേഖിഷ്യന്തി, ലേഖിഷ്യസി, ലേഖിഷ്യഥഃ, ലേഖിഷ്യഥ, ലേഖിഷ്യാമി, ലേഖിഷ്യാവഹ, ലേഖിഷ്യാമഹ. അവിടെ പ്രത്യയങ്ങളെല്ലാം തന്നെ ഒരേപോലെയാണ്. ധാതുക്കൾ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അടുത്തത് പാ ധാതുവിൻ്റെ നോക്കാം. പാസ്യതി, പാസ്യതഃ, പാസ്യന്തി, പാസ്യസി, പാസ്യഥഃ, പാസ്യഥ, പാസ്യാമി, പാസ്യാവഹ, പാസ്യാമഹ. പഠ് ധാതു. പഠിഷ്യതി, പഠിഷ്യതഃ, പഠിഷ്യന്തി, പഠിഷ്യസി, പഠിഷ്യതഃ, പഠിഷ്യഥ, പഠിഷ്യാമി, പഠിഷ്യാവഹ, പഠിഷ്യാമഹ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാ പരസ്മൈപദ ധാതുക്കളുടെയും രൂപങ്ങൾ ഗം ധാതുവിനെ പോലെ തന്നെ ആയിരിക്കും. അടുത്തത് ആത്മനേപദി. വന്ദിഷ്യത്തെ, വന്ദിഷ്യേത്തെ, വന്ദിഷ്യന്തേ, വന്ദിഷ്യസേ, വന്ദിഷ്യേധേ, വന്ദിഷ്യദ്വേ, വന്ദിഷ്യേ, വന്ദിഷ്യാവഹേ, വന്ദിഷ്യാമഹേ. एवं कंप, मुद्, वर्ध, वृत् इत्यादीनां धातूनामपि रूपाणि वन्द् धातोः इव भविष्यति. कम्प् धातु एकवारं पश्यामः. कम्पिष्यते, कम्पिष्येते, कम्पिष्यन्ते, कम्पिष्यसे, कम्पिष्येधे, कम्पिष्यद्वे, कम्पिष्ये, कम्पिष्यावहे, कम्पिष्यामहे. एवं मुद् धातु. मोदिष्यते, मोदिष्येते, मोदिष्यन्ते, मोदिष्यसे, मोदिष्येधे, मोदिष्यद्वे, मोदिष्ये, मोदिष्यावहे, मोदिष्यामहे. एवं वर्ध धातु. वर्धिष्यते, वर्धिष्येते, वर्धिष्यन्ते, वर्धिष्यसे, वर्धिष्येते, वर्धिष्यद्वे, वर्धिष्ये, वर्धिष्यावहे, वर्धिष्यामहे. अनन्तरं वृत्. वर्तिष्यते, वर्तिष्येते, वर्तिष्यन्ते, वर्तिष्यसे, वर्तिष्येधे, वर्तिष्यद्वे, वर्तिष्ये, वर्तिष्यावहे, वर्तिष्यामहे. अनन्तरं कानिचन उदाहरणानि. अहं कवितां लेखिष्यामि. ഞാൻ കവിതയെ എഴുതും. ലിർട്ട് ലകാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവി കാലത്തെയാണ്. ഇവിടെ ലിഘ് ധാതുവിൻ്റെ ഉത്തമപുരുഷനിലുള്ള പരസ്മൈപദിയിലുള്ള ഏകവചന ക്രിയാപദമാണ്. ഇനി
യൂയം കൃഷ്ണം വന്ദിഷ്യദ്വേ. നിങ്ങൾ കൃഷ്ണനെ വന്ദിക്കും. വന്ദിഷ്യദ്വേ. വന്ധ് ധാതു മധ്യമപുരുഷ ബഹുവചന ലിർട്ട് ലകാരഃ ആത്മനേപദി. ആവാം ഭിക്ഷാം ദാസ്യാവഹ. ദാസ്യാവഹ എന്നതാണ് ക്രിയാപദം, അതായത് ലിർട്ട് ലകാരത്തിലെ ക്രിയാപദം. അപ്പോൾ ഇവിടെ ദാ ധാതുഹു പരസ്മൈപദി ഉത്തമപുരുഷ ദ്വിവചന ലിർട്ട് ലകാരഃ. ശ്വഃ അധ്യാപകഃ പാഠയിഷ്യതി. നാളെ അധ്യാപകൻ പഠിപ്പിക്കും. പഠ് ധാതുവാണ്, പരസ്മൈപദിയാണ്, പ്രഥമ പുരുഷനാണ്, ലിർട്ട് ലകാരമാണ്, ഏകവചനമാണ്. ത്വം ഗൃഹം ഗമിഷ്യസി. ഗമിഷ്യസി എന്നതിൻ്റെ ക്രിയാപദം എന്ന ക്രിയാപദത്തിൻ്റെ നിയമങ്ങൾ ഒന്ന് സ്വയം തന്നെ മനസ്സിലാക്കുക. ഓക്കെ. വയം ജലം പാസ്യാമഹ. പാ ധാതുവിൻ്റെ ഉത്തമപുരുഷനിലുള്ള ബഹുവചനത്തിൻ്റെ ക്രിയാപദമാണ്, പരസ്മൈപദിയാണ്. ഓക്കെ. അതുപോലെ കുറച്ച് ക്രിയാപദങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച്, അതായത് 1-2 മാത്രം ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ബാക്കിയുള്ളതെല്ലാം സ്വയം ഒന്ന് പ്രയത്നിക്കുക. കരിഷ്യേ. കൃ ധാതു ആത്മനേപദി ഉത്തമപുരുഷ ഏകവചന ലിർട്ട് ലകാരഃ. പാസ്യധ. പാ ധാതു പരസ്മൈപദി ലിർട്ട് ലകാരഃ മധ്യമപുരുഷ ബഹുവചന. പിന്നെ മോദിഷ്യേ. മുദ് ധാതു ആത്മനേപദി ഉത്തമപുരുഷ ഏകവചന ലിർട്ട് ലകാരഃ. ഓക്കെ. സ്ഥാസ്യതി. നിൽക്കും എന്നൊരു മീനിങ് ആണ്. സ്ഥാ ധാതുവാണ്. ദൃക്ഷ്യാമി. കാണും. ദൃശ് ധാതു. ഹരിഷ്യധഃ. ഹൃ ധാതു. കൊല്ലും എന്നൊരർത്ഥത്തിൽ. സ്മരിഷ്യാമഹ. ഓർക്കും. സ്മൃ ധാതുവാണ്. ഓക്കെ. അപ്പോൾ ഇത്ര മാത്രമേ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ. ധന്യവാദ.